ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ജില്ലാതല ലോക ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ശരിയായ മാറ്റം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഗുണമേന്മയും ന്യായവിലയും ഉറപ്പുവരുത്തുന്നതിനുള്ള അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവത്കരിക്കാൻ ലക്ഷ്യമിട്ടാണ് മാർച്ച് 13 ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത്. ജില്ലാതലത്തിൽ സ്കൂൾ, കോളേജ്, കൺസ്യൂമർ ക്ലബ് അംഗങ്ങൾ, ലോ കോളേജ് വിദ്യാർത്ഥികൾ, ഉപഭോക്തൃ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നീ വിഭാഗങ്ങൾക്കും ബോധവത്കരണം നൽകി. പൊതുവിതരണ വകുപ്പിന്റെ സേവനങ്ങളെപ്പറ്റിയും നിയമനിർദ്ദേശങ്ങളെപ്പറ്റിയും അവബോധം നൽകുന്നതിന് സഹായകമായ പ്രസിദ്ധീകരണങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വിതരണം ചെയ്തു. സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ശരിയായ മാറ്റം എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ ഉപഭോക്താക്കളുടെയും ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ശീലങ്ങൾ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ഇവയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും വിശദീകരിച്ചു. പരവൂർ ജി ദേവരാജൻ മാസ്റ്ററുടെ 19ാം ചരമവാർഷികം ജന്മനാടായ പരവൂരിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാലത്തെ അതിജീവിക്കുന്ന ജനപ്രിയ സിനിമാ ഗാനങ്ങൾക്ക് ഈണം നൽകിയ മാസ്റ്ററുടെ ഓർമ്മദിനത്തിൽ പ്രായഭേദമന്യേ ആരാധകർ ഒത്തുചേർന്നു. പരവൂർ നഗരസഭാ കാര്യാലയത്തിന് സമീപമുള്ള നെഹ്റു പാർക്കിലെ മാസ്റ്ററുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പങ്ങളർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ പാട്ടുകളുടെ ആലാപനവും നടന്നു. കേരള ഗ്രാമീൺ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് സ്കൂളിനും താലൂക്ക് ആശുപത്രിക്കും ഉപകരണങ്ങൾ ലഭ്യമാക്കി. അനുവദിച്ച പഠന സാമഗ്രികളുടെയും കൊട്ടാരക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് വേണ്ട അവശ്യ ഉപകരണങ്ങളുടെയും വിതരണോദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. പടിഞ്ഞാറ്റിൻകര ഗവൺമെന്റ് UP സ്കൂളിനാണ് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്രദമായ ഉപകരണങ്ങൾ വാങ്ങി നൽകിയത്. CSR ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് 3 ലാപ്ടോപ്പ്, 5 കമ്പ്യൂട്ടർ, 5D പ്രിന്റർ, 2 ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നിവയാണ് ലഭ്യമാക്കിയത്. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ വിഷുത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 15 നടക്കുന്ന കൊല്ലം പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അപേക്ഷ നിരസിച്ചു. അന്നേ ദിവസം രാത്രി 7 മണി മുതൽ 9 മണി വരെ വെടിക്കെട്ട് നടത്തുന്നതിനാണ് ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടി സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചത്. കൊല്ലം സിറ്റി പോലീസ് മേധാവി, തഹസിൽദാർ, ജില്ലാ ഫയർ ഓഫീസർ എന്നിവരുടെ റിപ്പോർട്ട് വെടിക്കെട്ടിനുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് ഈ സ്ഥലത്ത് പെസോ അനുശാസിക്കുന്ന നിബന്ധനകൾക്കനുസൃതമായ മാഗസിൻ സ്ഥാപിക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കായി കിലയുടെ സഹകരണത്തോടെ കൊട്ടാരക്കരയിൽ ത്രിദിന ചലച്ചിത്ര ശില്പശാല സംഘടിപ്പിച്ചു. മന്ത്രി KN ബാലഗോപാൽ ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയുടെ സാംസ്കാരിക സംരംഭം എന്ന നിലയിലാണ് ജനപ്രതിനിധികൾക്കായി ചലച്ചിത്ര ശില്പശാല ക്രമീകരിച്ചത്. കൊട്ടാരക്കരയിലെ കില ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന ക്യാമ്പിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ തദ്ദേശ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 90ഓളം പേർ പങ്കെടുത്തു. ജില്ലയിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ N ദേവിദാസ് അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചവറ, പുനലൂർ, പാരിപ്പള്ളി, കാരുവേലിൽ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാപിനുകളിൽ ഈ മാസത്തിൽ മിക്ക ദിവസങ്ങളിലും 37 ഡിഗ്രിയിലധികം ചൂട് രേഖപ്പെടുത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാതല റിസോഴ്സ് പേഴ്സൺമാരുടെ പരിശീലനം ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന കേരളം പദ്ധതി ഉപദേഷ്ടാവും മുൻ മന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. കേരള നോളജ് ഇക്കോണമി മിഷൻ, KDES, കുടുംബശ്രീ, കില, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിവിധ നൈപുണ്യ ഏജൻസികൾ, വിവിധ വകുപ്പുകൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിജ്ഞാന കേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.